മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം. എൻ്റെ സാറേ, നിങ്ങൾ എന്ത് പോലീസുകാരാ നിങ്ങൾ? മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം. കണ്ണൂരിലാണ് പരിപാടി. മദ്യലഹരിയിൽ വന്ന ഈ യുവതിയെ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു യുവതിയായിരിക്കും. റസീന എന്നാണ് ഇവരുടെ പേര്. ഇവർ ഈ പരിപാടി കാണിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു 11 മാസം മുമ്പ് വന്നിട്ടുള്ളൊരു ന്യൂസ് ഇവരെ കുറിച്ച്. അതിരു വിട്ടാൽ റസീന ഇനി അകത്താകും. വ്യാപാരിയുടെ മകനും മോചനം. റസീന പൂട്ടാനുറച്ച് പോലീസ്. ഈ റസീന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടാക്കി വെച്ച ന്യൂസുകളാട്ടോ. 9 മാസം മുന്നത്തെ ന്യൂസ്. മദ്യപിച്ച് അഴിഞ്ഞാടി മുത്തപ്പൻ്റെ അടുത്ത് റസീന. താത്തയുടെ മുന്നിൽ പെടാതെ ഓടി നാട്ടുകാരും. ഇങ്ങനെ കണ്ടമാനം. റസീന കണ്ണൂർ, റസീന തലശ്ശേരി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടമാനം വിഷ്വൽസ് കിട്ടുമായിരുന്നു. കള്ളു കുടിച്ച് വണ്ടി എടുത്ത് പുറത്തിറങ്ങി. എന്നിട്ടുള്ള നാട്ടുകാരെ നെഞ്ചത്ത് കയറും. ഇന്നലെ ഒരു ലേഡി SIയെ നടു റോട്ടിൽ വെച്ചിട്ട് വരും തല്ലി. നടു റോട്ടിൽ വെച്ച് ആളുകളെ ചവിട്ടുക, ഗുണ്ടായിസം കാണിക്കുക. ഒരു മുത്തപ്പൻ്റെ ഏതോ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു അമ്പലത്തിൽ കയറി ചെന്ന് അവിടെ മുത്തപ്പനോട് ചെന്നിട്ട് മറ്റേ ഡ്രസ്സൊക്കെ മാടിക്കുത്തി എന്തൊക്കെയോ അവിടുന്ന് അസഭ്യം വിളിച്ച് പറയലും പരിപാടികളും. ഹോസ്പിറ്റലിനകത്ത് അവിടുന്ന് പോലീസുകാരെയും ഡോക്ടേഴ്സിനെയും തെറി വിളിച്ച പരിപാടി. നടു റോട്ടിൽ വണ്ടിയിട്ട ആളുകളെ നെഞ്ഞത്ത് കയറി അവരെ ചവിട്ടുക, തുപ്പുക, കുത്തുക, അടി. ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഒരാണാണെങ്കിൽ ഇന്നേ ദിവസം ലൈസൻസും കട്ട് ചെയ്ത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു റോങ് സൈഡ് എടുത്ത് പോയാൽ മതി, പിടിച്ച് എന്ത് ചെയ്യും, ലൈസൻസും കട്ട് ചെയ്ത് അകത്തിടും. ഇതല്ല ഇവിടുത്തെ അവസ്ഥ. ഒന്ന് മോഡിഫൈ ചെയ്താലും ലൈസൻസും പിടിച്ച് കട്ട് ചെയ്ത് അകത്തിടും. അപ്പോൾ ഇതെന്തോന്നാണ് ഇവർ ലേഡി ഗുണ്ടേനെ അഴിച്ചു വിട്ടിരിക്കുക. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ലൈസൻസ് കട്ട് ചെയ്യണമെന്നാണ് പൊതുവെ. അങ്ങനെയാണ്. ഇത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതുമല്ലാതെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും നെഞ്ചത്ത് കയറി താത്ത ആറാടുകയാണ്. ഈ തെറിത്താത്തേനെ പിടിച്ച് കെട്ടാൻ ഒരാൾക്കുമായി. തെറി മാത്രമല്ല, ഗുണ്ടായിസം. കണ്ണ് കാണുന്നവരെ പിടിച്ചടിക്കുക. പോലീസുകാരാണെന്നോ നാട്ടുകാരാണെന്നോ ഡോക്ടറാണെന്നൊന്നും നോട്ടല്ല. എന്ത് മുത്തപ്പനാന്ന് വരെ നോട്ടല്ല. കയറി ചാമ്പി അടിയാണ് താത്ത. ഇവിടൊക്കെയാണ് നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലിറ്ററലി ഭയങ്കരമായിട്ട് ഫീൽ ആവുക, അല്ലേ? അതായത് നമ്മളാണുങ്ങളാണ് എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു റോങ് സൈഡ് കയറി അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി തട്ട്, ഒന്നും വേണ്ട, സീറ്റ് ബെൽറ്റ് ഇടാ, വണ്ടി ഓടിച്ച് ഏതെങ്കിലും ഒരു പോലീസുകാരനെ മുന്നിൽ പോയി പെട്. നമ്പർ പ്ലേറ്റിൽ ഒരു അക്ഷരം ചെരിഞ്ഞതിനൊക്കെയാണ് ഇവിടെ നമ്മളെയൊക്കെ പിടിക്കുന്നതും പോലീസുകാരിട്ട് വരട്ടുന്നതും MPDയും പോലീസുകാരൊക്കെ ആയിട്ട്. സ്ത്രീ ആയതുകൊണ്ട് എന്ത് തെറിയും വിളിച്ച് പറയാം. പബ്ലിക്കായിട്ട് ആരെയും ചവിട്ടാ തല്ല എന്നുള്ള ലക്ഷറി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ മദ്യം. നാട്ടുകാർ ഒന്നും വേണ്ട, നാട്ടുകാർ ആണാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പട്ടം കൂടിയിട്ട് അടിച്ച് തല ചെറിയ അടിച്ച് പൊട്ടിക്കില്ലേ? ഇതിപ്പോൾ പെണ്ണായതുകൊണ്ട് നാട്ടുകാർക്ക് അതും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ന്യൂസൻസ് ആണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ എത്ര കേസ് ഈ റസീന കണ്ണൂർ, റസീന തലശ്ശേരി എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നോക്ക്. ഇത്രയും മോശപ്പെട്ട പരിപാടി കാണിച്ചിട്ടും കേരള പോലീസിൻ്റെ അമ്മമാർ രാവിലെ കൊണ്ടുപോകും, വൈകുന്നേരം ഇറക്കി വിടും. ചക്കര കുണുവാവ, പോലീസിൻ്റെ കുണുവാവയാണ് റസീന. എന്ത് പറയാനിടയിൽ ഇവിടേക്കാണ് സത്യത്തിൽ ദേഷ്യം വരുന്നത്. ചില സ്ത്രീകൾ ഇതുപോലെ ഇറങ്ങി തിരിച്ച് സ്ത്രീയാണ് എന്നതിൻ്റെ എല്ലാ ലക്ഷറിയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ ലക്ഷറീസും അവർ യൂസ് ചെയ്യും. ഞാൻ കുറേ ജന്മങ്ങൾ